ടോപ്പ് 3 കൊറിയൻ ഹൊറർ മൂവീസാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു ഗ്രാമത്തിൽ ഒരു എപ്പിഡമിക് വരുന്നു, തുടർന്ന് അവിടെ കുറേ പ്രശ്നങ്ങളുണ്ടാകുന്നു. അതിൻ്റെ പുറകെ ഒരു പോലീസുകാരൻ പോകുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ മോൾക്കുണ്ടാകുന്ന സംഭവങ്ങളും അതെല്ലാം ട്വിസ്റ്റും ടേണുമായി പോയി അവസാനം ഗംഭീര ഒരു ക്ലൈമാക്സിലെത്തുന്നതാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. 2016 റിലീസ് ചെയ്ത ദ വെയിലിംഗ് എന്നായിരുന്നു ഈ ഒരു സിനിമയുടെ പേര്. ഒരു കൊറിയൻ അമേരിക്കൻ റിച്ച് ഫാമിലി, അവിടെ ഒരു പുതിയ കുഞ്ഞ് ജനിക്കുന്നു. പക്ഷേ ആ ഒരു കുഞ്ഞിന് ഒരു പ്രത്യേക അസുഖമുണ്ടാകുന്നു. അതെന്താണെന്ന് അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിൻ്റെ കാരണം തേടി പോകുമ്പോൾ ചെന്നെത്തുന്ന അവരുടെ ഒരു പാരമ്പര്യമായിട്ടൊരു കുടുംബ കല്ലറയുണ്ട്. അത് ഓപ്പൺ ചെയ്യണമെന്നാണ്. തുടർന്ന് ഇത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരനുഭവങ്ങളും ഭീകരമായ അന്തരീക്ഷവും ഗംഭീര മേക്കിങ്ങും കൂടെ കാട്ടുന്ന ഒരു സിനിമയായിരുന്നു ഇത്. 2024 റിലീസ് ചെയ്ത എക്സ്ഹ്യൂമ എന്നായിരുന്നു ഈ ഒരു സിനിമയുടെ പേരെന്ന് പറയുന്നത്. ഒരു ഗ്രാമത്തിൽ അവിടുത്തെ ഒരു ലോക്കൽ ഡയറ്റിയുടെ ബാധ ഒരു സ്ത്രീയുടെ അടിയിലേക്ക് ചെല്ലുന്നു, അല്ലെങ്കിൽ ആ ഒരു ഡയറ്റിയുടെ ഹോസ്റ്റായിട്ട് ഈ ഒരു സ്ത്രീ ആക്ട് ചെയ്യുന്നു. തുടർന്ന് അതിനെ ബേസ് ചെയ്ത് ഒരു ഡോക്യുമെൻ്ററി എടുക്കാൻ കുറേ ആൾക്കാർ ചെല്ലുന്നു. പിന്നീട് അങ്ങോട്ട് ആ ഒരു സ്ത്രീക്കും ആ സ്ത്രീയെ കണക്ട് ചെയ്ത വ്യക്തികൾക്കും ഉണ്ടാകുന്ന ദുരനുഭവങ്ങളാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. ഗംഭീര മേക്കിംഗ് ആണ്. ക്ലൈമാക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടി തിരിഞ്ഞു. അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇതൊരു തായ് കൊറിയൻ മേഡിലാണ് സിനിമ ശരിക്കും വന്നിരിക്കുന്നത്. കൊറിയൻ സിനിമ എന്ന് പറയുമെങ്കിലും ഈ ഒരു സിനിമയുടെ പേരെന്ന് പറയുന്നത് ദ മീഡിയം എന്നാണ്. 2021 ഈ ഒരു സിനിമ റിലീസ് ചെയ്തത്.